ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു വെറൈറ്റിക്ക് വാട്ട ഈറ്റിൻ്റെ ഡേ ആയാലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിവിടെ ഒരു ദോശ, 2 മുട്ടയുടെ ബുൾസൈ, ഒരു ബൗൾ സാമ്പാർ ഇത്രയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പാറും ദോശയും ആ ബുൾസയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു ഗായ്സ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം 11 മണിയായപ്പോൾ എനിക്ക് വിശന്നു. ഇവിടെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാരറ്റും ക്യാബേജും കൊണ്ടിട്ട് ഇതൊരു സാലഡ് ഉണ്ടാക്കി. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇഷിക്കുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സാലഡ്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താ, നമ്മൾ വെള്ളം കുടിക്കണം. ഒരു ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കണം കേട്ടോ. 3 ലിറ്റർ വെള്ളം വരെ ആകാം. അപ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ അളന്ന് ഈ കുപ്പിയിൽ വെച്ചിട്ട് അങ്ങനെ കുടിക്കാം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിച്ചത് 2 ജോവറിൻ്റെ റൊട്ടിയും ഒരു ബൗൾ സാമ്പാറും തൈരുമാണ് കേട്ടോ. ഈ ജോവറിൻ്റെ റൊട്ടി എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ഒരു തരം ഫ്ലോറാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ അരിപ്പൊടിയൊക്കെ കുഴയ്ക്കുന്നത് പോലെ ചൂട് വെള്ളത്തിൽ വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു നട്ടി ഫ്ലേവറാണ്. അതായത് നമ്മുടെ കാഷ്നട്ടും പീനട്ടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റില്ലേ, ആ ഒരു ഫ്ലേവറാണ്. പക്ഷെ നമ്മൾ സാമ്പാറിൽ, അതായത് കറികളിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് നോർമൽ ചപ്പാത്തിയുടെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഞാൻ തൈരും സാമ്പാറും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞ് 4 മണിയായപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് ചായയും പോപ്കോണും എടുത്തിട്ടുണ്ട്. പോപ്കോൺ ആകുമ്പം കാലറി കുറവാണല്ലോ. പിന്നെ വന്നിട്ട് ചായയിൽ ഞാൻ മധുരം ഇടല്ലോ കേട്ടോ. ഇതുപോലെ ഒരു ഗ്ലാസ് ചായയും പോപ്കോണാണ് ഞാൻ 4 മണിക്ക് കഴിച്ചത്. അത് കഴിഞ്ഞ് ഡിന്നറിന് കഴിക്കുന്നത് ഒരു കുക്കുംബറാണ് കേട്ടോ. എനിക്കധികം വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊരു കുക്കുംബർ മാത്രമേ കഴിച്ചോളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ കലാപരിപാടി അവസാനിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.